ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 10th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ 4th ചാപ്റ്റർ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ചാപ്റ്ററിൻ്റെ നെയിം നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് കേൾക്കുമ്പോൾ എന്തുപോലെയൊക്കെ തോന്നും. എന്നാലും നമുക്കറിയാം കീമോ, കെമിക്കൽ, അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ സിംപ്ലി പറയുവാണെങ്കിൽ ഈ ചാപ്റ്റർ എന്താ? ഹോർമോൺസ് ആൻഡ് ലൈഫ് പ്രോസസ്സ്. അപ്പം നമ്മൾ കുറേ ഹോർമോൺസ് നമുക്ക് ഫെമിലിയർ ആണ്, എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഹോർമോൺസും നമുക്ക് അറിയണം എന്നില്ല. ആൻഡ് ഹോർമോൺസും ലൈഫ് പ്രോസസ്സും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നോട്ട് ഓൺലി ഹ്യൂമൻ ഹോർമോൺ മാത്രമല്ല പഠിക്കാൻ പോകുന്നത്, പ്ലാന്റ്സിൻ്റെ ഹോർമോൺസും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്താ ഹോർമോൺസ്, അതൊരു പെക്യുലർ ആയിട്ട് അല്ലെങ്കിൽ അതിനെന്താ ഒരു പാർട്ട്, ഒരു ഓർഗൻ ഉണ്ടോ, ഓർഗനാണോ അത്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാ. ആദ്യം തന്നെ ഹോർമോൺസ് എന്താ? സിംപ്ലി പറയുകയാണെങ്കിൽ അതാണ് കെമിക്കൽ മെസ്സേജസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ മെസ്സേജസ്. കെമിക്കൽ മെസ്സേജസോ, അതെന്താ, എങ്ങനെയാ അങ്ങനെ? ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര എന്തോ സൗണ്ട് കേട്ട് നമ്മൾ പെട്ടെന്ന് പേടിച്ചു, അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് താനെ കൂടും. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ചു എന്താ നമ്മുടെ ലൈഫ് പ്രോസസ്സൊക്കെ ഏതൊക്കെയാണ്, കിഡ്നി, ഹാർട്ട്, ലിവർ, ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് നമ്മൾ പഠിച്ചു, ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു മിനിറ്റല്ല, ഒരു സെക്കൻഡ് നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കണം, ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടക്കാനായിട്ട് ചുമ്മാ ഇത് നടക്കത്തില്ലല്ലോ. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ പുഷ് ചെയ്യുന്ന, ഇത് ചെയ്യ് എന്ന് മെസ്സേജായിട്ട് പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ വേണ്ടേ? ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇതാണ് ഹോർമോൺസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലായല്ലോ, ഹോർമോൺസ് ആണ് കെമിക്കൽ മെസ്സേജസ്. കെമിക്കൽ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു മെസ്സേജായിട്ട് കൊടുക്കുന്ന ഒരു തിങ്ങാണ് എന്ത്? ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗൻ അല്ല. ഇപ്പോൾ ഹാർട്ടിൻ്റെ കൂടെ തന്നെ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഓർഗൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ കിഡ്നിയിൽ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഓർഗൻ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് പ്രൊഡ്യൂസ് ആയിട്ട് ബ്ലഡിൽ കൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്സിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ട് പഠിക്കുന്നുണ്ട്. പ്ലാന്റ്സിലും ആനിമൽസിലും ഇത് വേറെ വേറെ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്കതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹോർമോൺസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഹോർമോൺസ് എന്താ? കെമിക്കൽ മെസ്സേജസ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സേജസ്. ഓക്കെ, നമ്മൾ ഒറ്റൊരു കീവേഡായിട്ട് നമുക്ക് അത് സാധനം ഓർത്ത് വെക്കാം. അപ്പം ഈ ഒരു കെമിക്കൽ മെസ്സേജസിൽ നിന്ന് നമുക്ക് ഓർത്ത് കണക്ട് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും, അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെ. ഓക്കെ, ഇനി ഒരു സംഭവമാണ്, ഓൾ ഹോർമോൺസ് ഡു നോട്ട് ഫങ്ഷൻ ഇൻ ഓൾ സെൽസ്. എല്ലാ സെൽസിലും എല്ലാ ഹോർമോണും ഫങ്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നടക്കുക? എല്ലാ സെൽസും ബോഡിയിൽ ഒത്തിരി സെൽസ് ഉണ്ട്, കണ്ടമാന സെൽസ് എല്ലാം ഉണ്ട്. ഇതിനകത്തുനിന്ന് ഹോർമോൺസിന് ഫങ്ഷൻ ചെയ്യാനുള്ള ആ ഒരു സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഹോർമോൺസ് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യുന്ന ബ്ലഡിൽ കൂടെയാണ്. ഇപ്പോൾ ഹ്യൂമനിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലഡിൽ കൂടെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി വരുമ്പോൾ ഓക്കെ, എല്ലാ സെല്ലിലും ഇത് ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഫങ്ഷൻ ചെയ്യേണ്ട സെല്ലിനെ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫങ്ഷൻ ഓഫ് ഹോർമോൺസ്. ഒന്നാമത്തത് ടാർജറ്റ് സെൽ. ഈ ടാർജറ്റ് സെല്ലിനകത്താണ് ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അത് നമുക്കൊരു ഫിഗർ വഴി നോക്കാം. ഓക്കെ, അപ്പം ഞാൻ വരച്ചു. ഇതാണ് നമ്മുടെ സെല്ല്, കുറച്ച് സെൽസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടാർജറ്റ് സെൽസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു 4 ടാർജറ്റ് സെൽ വരയ്ക്കാം. ഇവിടെ 2 ഇവിടെയും കുറച്ച് ടാർജറ്റ് സെൽ. ഓക്കെ, ഹോർമോൺസ് ഇങ്ങനെ ബ്ലഡിൽ കൂടെ ഒഴുകി നടക്കുവാണേ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഹോർമോൺസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവന്മാരെങ്ങനെയാണ് ഈ ടാർജറ്റ് സെല്ലിൽ ബൈൻഡ് ചെയ്യുന്നത്? ഇതിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ ഓക്കെ, ഇവിടെയൊക്കെ പോയി നോക്കി, മുട്ടി നോക്കി, ഇതിൻ്റെ താക്കോല് ഉള്ള സ്ഥലമാണോ എന്ന് നോക്കി, ഇവിടെ കീയിട്ട് നോക്കി, ഇല്ല, അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർജറ്റ് സെല്ലിനെ കണ്ടു, അതിൽ കീയിട്ട് നോക്കി. ഓക്കെ, ഫൈൻ, അപ്പോൾ അതിൽ ബൈൻഡ് ചെയ്തു. അങ്ങനെ ഇതൊരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ ബ്ലഡിൽ കൂടെ നമ്മുടെ ഹോർമോൺ ഇങ്ങനെ ബ്ലഡിൽ കൂടെ ഒഴുകി നടക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലോക്കും കീയും പോലെയാണ്. ഇപ്പോൾ എല്ലാ കീയും കൊണ്ടുപോയി ലോക്കിലിട്ട് കഴിഞ്ഞാൽ തുറക്കണം എന്നില്ല. അതുപോലെ തന്നെ എല്ലാ ലോക്കിലും കൊണ്ടുപോയി നമ്മുടെ കീ ഇട്ട് നോക്കിയാലും തുറക്കാൻ പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള ലോക്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലോക്ക് നമ്മുടെ
ടാർഗറ്റ് സെല്ലിൽ ഹോർമോൺ, അതിൻ്റെതായ ഹോർമോൺ വന്ന് നോക്കുമ്പോൾ മാത്രമേ, തട്ടിമുട്ടി നോക്കും, അപ്പോൾ മാത്രമേ അത് ബൈൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു ഹോർമോണും റെസിപ്റ്ററും കൂടെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോർമോൺ റെസിപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലോക്കിൻ്റെയും കീയുടെയും കാര്യം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്, ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാത്രമല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത് വേറൊരാളുടെ ഫോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മെസ്സേജ് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മുടെ നമ്പറിലേക്ക് നമുക്ക് വേണ്ടി സെൻഡായ മെസ്സേജാണ്. അതുപോലെ തന്നെ ഈ ഹോർമോൺ റെസിപ്റ്റർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ടാർഗറ്റ് സെല്ലിൽ ഈ വരുന്ന ഹോർമോണിൻ്റെ റെസിപ്റ്റേഴ്സ് ഉണ്ട്, ഓക്കെ. ഇപ്പോൾ എത്ര വലിയൊരു ഹോർമോണാണ് ഇങ്ങനെ ബ്ലഡിൽ കൂടെ ഒഴുകി വരുന്നതെങ്കിലും അതിന് ബൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ടാർഗറ്റ് സെല്ലിൽ അതിൻ്റെതായ റെസിപ്റ്റർ വേണം, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ടാർഗറ്റ് സെല്ലിൽ മാത്രമേ ഇതിന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ റെസിപ്റ്റർ ഇല്ലാതെ ഇത് ടാർഗറ്റ് സെല്ലാവത്തില്ലല്ലോ. സോ നമുക്ക് റെസിപ്റ്റർ എന്ന് പറയുന്നൊരു സാധനം കൂടെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്, ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, അതിൻ്റെതായിട്ടുള്ള റെസിപ്റ്റർ, അതായത് ആ ടാർഗറ്റ് സെല്ലിൽ സെയിം ഹോർമോണിൻ്റെ റെസിപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ബൈൻഡ് ചെയ്യത്തുള്ളൂ, ഓക്കെ. അപ്പം അതാണ് നമ്മുടെ ഹോർമോൺ റെസിപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ, ഓക്കെ. അപ്പം മനസ്സിലായല്ലോ. ആദ്യമേ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യമേ 2 പോയിന്റ്സാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് 2 കീ പോയിന്റ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് ടാർഗറ്റ് സെൽ. ഈ ടാർഗറ്റ് സെല്ലിലാണ് എന്ത് ചെയ്യുന്നത്, മറ്റേ ലോക്ക് ഉള്ളത്, ഓക്കെ. അപ്പോൾ ഹോർമോൺ കീയുമായിട്ട് വന്ന് തുറന്നു കഴിയുമ്പോൾ ഈ ടാർഗറ്റ് സെല്ലിൽ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. വേറെ എത്ര സെല്ലുണ്ടെങ്കിലും ഇതിൻ്റെതായിട്ടുള്ള ഒരു ടാർഗറ്റ് സെല്ലുണ്ട്, ഇവിടെ വന്നേ ഇത് ഓപ്പൺ ആവത്തുള്ളൂ. ഇത് ഓപ്പൺ ആയാൽ തന്നെ എന്താണ്, സെയിം മെസ്സേജ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ സെൻഡറാണ് ഈ ഹോർമോൺ എങ്കിൽ അതിൻ്റെ റെസിപ്റ്ററാണ് ടാർഗറ്റ് സെല്ല്, ഓക്കെ. അപ്പോൾ സെയിം ഈ ഹോർമോണിൻ്റെ തന്നെ റെസിപ്റ്റർ സെല്ല് ഈ ടാർഗറ്റ് സെല്ലിൽ പ്രസൻ്റ് ആണ്. സോ അത് ഇതിനെ റിസീവ് ചെയ്യുന്നു, ഏതിനെ, ഈ ഹോർമോൺസ് ആയിട്ടുള്ള കെമിക്കൽ മെസ്സേജസിനെ റിസീവ് ചെയ്യുന്നു. അങ്ങനെ അവിടെ സെൽ ഗ്രോത്തോ അല്ലെങ്കിൽ എന്താണോ അതിവിടെ ആവശ്യമുള്ളത്, ഇപ്പോൾ എന്തിനു വേണ്ടിയുള്ള ഹോർമോണാണോ അതവിടെ നടക്കുന്നു. ഇപ്പം നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം ബ്ലഡിലെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്, അല്ല റീപ്രൊഡക്ഷൻ്റെ ഹോർമോൺ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഫങ്ഷൻ ഏതാണോ അതവിടെ ഫങ്ഷൻ ചെയ്യുന്നു, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോർമോൺ റെസിപ്റ്റർ കോംപ്ലക്സ് അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ഹോർമോൺസ് നമ്മൾ പറഞ്ഞു, ഓക്കെ. ഇനി നമുക്ക് അടുത്ത നോക്കാം, ട്രാൻസ്പോർട്ട് ഓഫ് ഹോർമോൺസ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്ലാന്റ്സിൻ്റെയും ഹ്യൂമൻ്റെയും 2 എണ്ണം, ആനിമൽസിൻ്റെയും 2 എണ്ണം നമുക്ക് ചെയ്യാനുണ്ട്, ഓക്കെ. ഹ്യൂമൻ മാത്രമല്ല കേട്ടോ, ആനിമൽസ് ഉണ്ട്. ഇപ്പോൾ ബ്ലഡ് ഉള്ള എല്ലാത്തിനെയും പറ്റിയാണ് നമ്മൾ പറയുന്നത്, ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം, പ്ലാന്റ്സിൻ്റെ നോക്കാം. ഈ പ്ലാന്റ് ഹോർമോൺ, ഓക്കെ. പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, നമുക്ക് അടുത്ത് വരാനുണ്ട്. അപ്പോൾ ആദ്യം ട്രാൻസ്പോർട്ട് പഠിച്ചിട്ട് നമുക്കത് പഠിക്കാം, അതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, ഓക്കെ. അപ്പോൾ ഈ പ്ലാന്റ് ഹോർമോൺ എവിടെയാണ് ഉണ്ടാവുന്നത്, ടിപ്പ് ഓഫ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതൊരു ചെടിയുടെ റൂട്ട് ആദ്യം ഉണ്ടാകുന്ന പാർട്സ് നമ്മൾ വരയ്ക്കുവാണേ, ഇത് ഷൂട്ട്, ഓക്കെ. അപ്പോൾ ഇതാണ് ഷൂട്ട്, ഓക്കെ. മേലിലോട്ടുള്ളതാണ് ഷൂട്ട്, ഇത് റൂട്ട്, ഇത് ലീഫ്, ഓക്കെ. ഇതിൻ്റെ ടിപ്പ് ഓഫ്, എല്ലാത്തിൻ്റെയും ടിപ്പിലാണ് ഹോർമോൺസ് ഉണ്ടാവുക നമ്മൾ ഓർക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രോത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ അടിയിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ടിപ്പിലാണെങ്കിൽ അത് ഹൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അത് ബ്രാഞ്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ ടിപ്പിലാണ് നമുക്ക് ആവശ്യം, ഓക്കെ. അപ്പോൾ ടിപ്പ് ഓഫ് എന്ന സാധനം നമ്മൾ നേരത്തെ മുമ്പിൽ ചേർത്താൽ മതി, ബാക്കി നമ്മൾ പ്ലാൻ പാർട്ട് അങ്ങോട്ട് എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ, ഓക്കെ. അപ്പോൾ ടിപ്പ് ഓഫ് ഷൂട്ട്, റൂട്ട്, ലീഫ് ഇവിടെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ സീഡിലും സ്പ്രൗട്ടിങ് ലീഫിലൊക്കെ ഉണ്ട് ഈ ഹോർമോൺസ്, ഓക്കെ. ഇനി ഇതിൻ്റെ ട്രാൻസ്പോർട്ട് നോക്കുവാണെങ്കിൽ 2 ടൈപ്പിലാണ് എന്ത്, ഓക്കെ. നമുക്കിവിടെ എഴുതാം, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടിപ്പ് ഓഫ് ഷൂട്ട്, ഓക്കെ, ഷൂട്ട്, റൂട്ട്, പിന്നെ ലീഫ്, ഇവരൊക്കെയാണ്, ഓക്കെ. ഇനി ട്രാൻസ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പിലാണ് പ്ലാന്റ് ഹോർമോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്ലാന്റ്സിന് എന്തില്ലടാ, നമ്മളെപ്പോലെ ബ്ലഡ് ഇല്ല, ഓക്കെ. ബ്ലഡിൽ കൂടെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ബ്ലഡിൽ കൂടെ വന്നിട്ട് ഓരോ സെല്ലിലുള്ള റെസിപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ഹോർമോൺ റെസിപ്റ്റർ കോംപ്ലക്സ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതുപോലെ പ്ലാന്റ്സിന് എന്തില്ല, ബ്ലഡ് ഇല്ല. സോ ഇവരെന്താ ചെയ്യുന്നത്, ഇവർക്ക് 2 ടൈപ്പിലാണ് ഇവരുടെ ട്രാൻസ്പോർട്ട് നടത്തുന്നത്. ബ്ലഡ് ഇല്ലെങ്കിൽ കൂടെ നമ്മളെപ്പോലെ തന്നെ മനോഹരമായിട്ട് അവർ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ. അപ്പോൾ അത് 2 ടൈപ്പിൽ 2 മെത്തേഡിലൂടെയാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന് സെൽ ടു സെൽ ട്രാൻസ്ഫർ, ഓക്കെ. സെൽ ടു സെൽ ട്രാൻസ്ഫർ ഇതിനകത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വരച്ച് കാണിക്കാം, ഓക്കെ. ഇതൊരു സ്റ്റെമ്മാണ്. സ്റ്റെമ്മ് ഞാനൊന്ന് തലതിരിച്ച് വെച്ചേക്കുക. ഈ സ്റ്റെമ്മിൽ ഇങ്ങനെ സെൽസ് ഉണ്ട്, ഇങ്ങനെയല്ല കുറേ സെൽസ് ഉണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെ സെൽസ് ഉണ്ട്, ഓക്കെ. ഇനി ഇവിടെയുള്ള ഹോർമോൺ, ഇവിടെയാണ് നമ്മുടെ ഹോർമോൺ ഇരിക്കുന്നത്.
ഇത് നൈസായിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇവിടുന്ന് പാസ് ചെയ്യും, ഇവിടുന്ന് പാസ് ചെയ്യും, അങ്ങനെ പാസ് ചെയ്ത് ടിപ്പ് വരെ, അറ്റം വരെ എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, സെൽ ടു സെൽ ട്രാൻസ്ഫർ. ഇത് സെമ്മിൽ മാത്രമല്ല എല്ലാ പാർട്ടിലും, പ്ലാന്റ് പാർട്ടിലും മുഴുവൻ റൂട്ടിലും എല്ലാത്തിലും നടക്കുന്ന, ഫ്രൂട്ടിൽ വരെ നടക്കുന്നത് ഇങ്ങനെ സെൽ ടു സെൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് എന്ത്, ട്രാൻസ്പോർട്ട് ത്രൂ സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ, അത് പറയുവാണെങ്കിൽ എങ്ങനെയാ, ഇപ്പോൾ ഇലക്ട്രോലൈറ്റ്സ്, ഇപ്പോൾ വെള്ളം അതൊക്കെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ സൈലം ചെയ്യുന്നത്. അപ്പോൾ ഈ സൈലം എന്താ ചെയ്യുന്നത്, റൂട്ടിൽ നിന്ന് ഇങ്ങനെ, ഓക്കെ, റൂട്ടിൽ നിന്ന് ഈ വെള്ളമോ അല്ലെങ്കിൽ എന്താണോ എത്തിക്കേണ്ടത് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ളതിനൊക്കെ നമ്മുടെ ലീഫിലും മേളിലത്തെ ബ്രാഞ്ചസിലും ഒക്കെ എത്തിക്കുന്നതാണ് ഈ സൈലത്തിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ബുദ്ധിപൂർവ്വം ഓക്കെ സൈലം എന്തായാലും അത് കൊണ്ടുപോകുക, അപ്പോഴത്തേക്കും അതിനകത്തോട്ട് എന്ത് ചെയ്യും, ഹോർമോൺസിനെല്ലാം സൊല്യൂട്ടാക്കും, എന്നിട്ട് അതിനെയും കൂടെ അങ്ങോട്ട് കയറ്റി വിടും എല്ലായിടത്തോട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൈലത്തിൽ കൂടെ നടക്കുന്നത്. ഫ്ലോയത്തിൽ കൂടെ അതുപോലെ തന്നെ അതിൻ്റെ ടിഷ്യൂസ് ഇങ്ങനെ ഷുഗർ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഹോർമോൺസും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പം എല്ലായിടത്തും എത്തും. അങ്ങനെയാണ് പ്ലാന്റ്സിൽ ബേസിക്കലി ഇങ്ങനത്തെ മെത്തേഡ്സിൽ കൂടെയാണ് ഹോർമോൺസ് എത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് നോക്കാം, നമ്മുടെ കാര്യം നോക്കാം, ആനിമൽസിനെ നോക്കാം. ആനിമൽസിൽ ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗ്ലാൻസിലാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്ലാൻസ് ഉണ്ട്. ഈ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇവർ കുറച്ച് വെറൈറ്റിയാണ്, നമ്മളെ പോലെയല്ല, ഇവർ ഡക്ട്ലെസ് ആയിട്ടുള്ള ഗ്ലാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എന്ന് വെച്ചാൽ ഇവർക്ക് എന്തില്ലടാ, ഇവർക്ക് മറ്റേ പോവാനുള്ള കുറച്ച് വെയിൻസ് അതൊന്നുമില്ല, ഇവർക്ക് പോവാനുള്ള പാത്തില്ല ഇവരിലൂടെ. ഓക്കെ, സോ ഇവർ ബ്ലഡിൽ കൂടെ തന്നെയാണ് എല്ലാ പാർട്ടിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആനിമൽസിൽ ഉണ്ടാവുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ആനിമൽസിൻ്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആനിമൽ ഹോർമോൺസും കുറേ ഉണ്ട്, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും നമുക്ക് പ്ലാന്റ്സ് വരെ ഒക്കെ നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആനിമൽസിൻ്റെ ഹോർമോൺസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ആനിമൽസിൻ്റെ ഹോർമോൺ ട്രാൻസ്പോർട്ട് നോക്കാം. അതെങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം, ഇവർ ത്രൂ ബ്ലഡാണ് പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്, ത്രൂ ബ്ലഡാണ് ഇവരുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻസ്. ഓക്കെ, ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, അങ്ങനെ കുറച്ച് ഗ്ലാൻസ് ഉണ്ട്. ഈ ഗ്ലാൻഡുകളിൽ നിന്ന് ഡയറക്റ്റ്ലി ഇവരെന്താ ചെയ്യുന്നത്, അവർ ടാർഗറ്റ് ടിഷ്യൂസിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്ലാൻസിൽ നിന്ന് ഇവർ നേരെ ഹോർമോൺ ഇങ്ങനെ പോയിട്ട് അവരുടെ ടാർഗറ്റ് ആയിട്ടുള്ള ഇവിടെ പോയി ബൈൻഡ് ചെയ്യും, നമ്മൾ ആദ്യം പറഞ്ഞ ആ ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ആനിമൽസിൻ്റെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫ് പ്ലാന്റ്സും ആനിമൽസും പഠിച്ചു. പ്ലാന്റ്സിന് ബേസിക്കലി 2 മെത്തേഡാണ് നമ്മൾ പറഞ്ഞു, സെൽ ടു സെല്ലും ത്രൂ സൈലം ആൻഡ് ഫ്ലോയം. സൈലം ആൻഡ് ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ വാസ്കുലർ ടിഷ്യൂസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ആനിമൽസിൻ്റെ പറഞ്ഞു, അവർ ബ്ലഡ് ട്രാൻസ്പോർട്ടാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിലാണ്. അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകും, അതിൻ്റെ ടിഷ്യൂലേക്ക് പോകും, എവിടെ, ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പറഞ്ഞത്, അനിമൽ ട്രാൻസ്പോർട്ട് പറഞ്ഞത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം പഠിക്കാം, പ്ലാന്റ് ഹോർമോൺസ്. ഈ പ്ലാന്റ് ഹോർമോൺസ് നമുക്ക് നാച്ചുറൽ ആയിട്ടും ഉണ്ട്, സിന്തറ്റിക് ആയിട്ടും ഉണ്ട്. ഇപ്പോൾ സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറ്റി പഠിക്കാനുണ്ട്, നാച്ചുറലാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സാം. അപ്പോൾ ഇതിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മോഡൽ എക്സാമിനും SSLC എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നാച്ചുറലായിട്ട് നമുക്ക് പ്ലാന്റിൽ തന്നെ ഉള്ള കുറച്ച് ഹോർമോൺസിനെ പറ്റി പഠിക്കാം. 5 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് കേട്ടോ, പേര് മാത്രമല്ല. സോ നമുക്ക് ആദ്യം പേര് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്കുള്ളതാണ് ഓക്സിൻസ് ഉണ്ട്, ഗിബർലിയൻസ് ഉണ്ട്, സൈറ്റോകൈനിൻസ് ഉണ്ട്, എത്തിലീൻ ഉണ്ട്, ആബ്സിസിക് ആസിഡ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും വേറെ വേറെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് വെച്ചാൽ അത് സ്പ്രൗട്ട് ചെയ്യുന്നത് മുതൽ അതിനകത്ത് നിന്ന് കായുണ്ടായി അത് താഴത്ത് വീഴുന്ന വരെ, അല്ലെങ്കിൽ പൂക്കളുടെ ആണെങ്കിൽ ഒരു പൂവുണ്ടായി അത് കൊഴിഞ്ഞ് വീഴുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഹോർമോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഓക്സിൻസിൻ്റെ നോക്കാം. ഒന്നാമത്തെ ഹോർമോണാണ് ഓക്സിൻ. ഓക്കെ, അപ്പോൾ ഓക്സിൻ്റെ ആദ്യത്തെ ഒരു ഫങ്ഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് സ്റ്റിമുലേറ്റ് സെൽ ഇലോങ്ങേഷൻ. ഓക്കെ, സെൽ
ഇലോങ്ങേഷൻ. അതായത് നമുക്കത് വരച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ചെടി ഉണ്ടായി, അതിൻ്റെ ലീവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് 2 ഫംഗ്ഷൻ ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ. ലാറ്ററൽ ബഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലാറ്ററൽ ബഡ് ഗ്രോത്ത്. ഓക്കെ, ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. എന്താണ് ഇൻഹിബിറ്റ് ചെയ്യും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെടി ഉണ്ടായി വരാണ്. അപ്പം ബേസിക്കലി ആ ചെടി നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? നേരെ പൊക്കം വെച്ചാണ് വരുന്നത്. ഓക്കെ, അതൊരു ട്രീ ആണെങ്കിൽ, ഇപ്പോൾ മറ്റേ പേരയ്ക്ക അങ്ങനെയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ താഴത്ത് നിന്ന് തൊട്ട് ഇങ്ങനെ ബ്രാഞ്ചായി നമ്മൾ കാണാറുണ്ട്. അല്ലാത്തൊരു ചെടി വരുമ്പോൾ ഇങ്ങനെ പൊങ്ങിയാണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇലോങ്ങേഷൻ. ഇതിനെ ലോങ് ആകാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലാറ്ററൽ ബഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ വരുന്നൊരു ചെടി, ഇതിനിപ്പോൾ ഇവിടെ ഒരു ലീഫ് വന്നു, ഇവിടുന്ന് നേരെ വീണ്ടും ഒരു സ്റ്റെമ്മ് വരിക, എന്നിട്ട് ഇങ്ങനെ പോവുക. ഓക്കെ, അപ്പം എന്ത് പറ്റുവാടാ? അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സൈഡിലേക്കായി പോവും. അപ്പോൾ ഇത് ടോൾ ആവാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിവിടെ വെച്ച് ഇങ്ങനെ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങും, ബ്രാഞ്ചസ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതാണ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്. ലാറ്ററലായിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഒരു ബഡ് ഉണ്ടായി, അത് ലോങ് ആയി, അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്ത് ഇതിനെ തടയുന്നതും ഇതിനെ ലോങ് ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഓക്സിൻ്റെ ആദ്യത്തെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സിമ്പിൾ അല്ലേ? അതായത് ഇതിനെ ലോങ് ആകാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ സൈഡിലേക്ക് ലാറ്ററൽ ബഡ് ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫങ്ഷൻസ്. ഇനി നമുക്ക് അപ്പോൾ ഇതുവഴി തന്നെ അടുത്ത ഫങ്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതായത് ഹെൽപ്സ് ടു ഗ്രോ ടോളർ. ഓക്കെ, ഗ്രോ ടോളർ. എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ എനർജി എവിടെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കും? മെയിൻ ഷൂട്ടിൽ. അതായത് ഇത് ബ്രാഞ്ച് ചെയ്യാൻ അധികം സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ മെയിൻ ഷൂട്ടിൽ തന്നെ അതിൻ്റെ എനർജി ഫോക്കസ് ചെയ്യും. ഓക്കെ, മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ഫോട്ടോട്രോപ്പിസം. ഓക്കെ, ഫോട്ടോട്രോപ്പിസം അതും ഈ ഓക്സിൻ്റെ ഒരു കലയാണ്. ഓക്കെ, ഈ ഓക്സിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. ആദ്യം നമ്മുടെ ചെടി ഇങ്ങനെ വളർന്നു വരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓക്സിൻസ് നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, അപ്പം സണ്ണ് നേരെ നിൽക്കുമ്പോൾ, ഇത് നേരെ വളരുമ്പോൾ നമുക്ക് ഓക്സിൻ എല്ലാം ഇങ്ങനെ നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു. ഇതാണ് നമ്മുടെ ഓക്സിൻസ്. ഓക്കെ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് പറ്റി? ഇവിടെ നിന്ന് സണ്ണ് നോക്കിയപ്പോൾ, സണ്ണ് ഇവിടെ ആയപ്പോഴത്തേക്കിനും ഓക്സിൻസ് എല്ലാം എന്ത് ചെയ്തടാ? ഇപ്പുറത്തെ സൈഡിലോട്ട് ഷെയ്ഡഡ് ആയിട്ടുള്ള ആ ഒരു റീജിയൻസിലേക്ക് വന്നു. ഓക്കെ, സണ്ണ് നേരെ അല്ലാത്തപ്പോൾ സൈഡിൽ നിന്ന് സൺലൈറ്റ് വരുമ്പോൾ ഇതെന്ത് പറ്റുവാടാ? ഇത് ഷെയ്ഡഡ് ആയിട്ടുള്ള റീജിയനിലേക്ക് വരും. ഓക്സിൻസ് എല്ലാം ഷെയ്ഡഡ് പാർട്ടിലേക്ക് വരും. അങ്ങനെ ഇതിനെന്ത് ചെയ്യും? അപ്പോഴത്തേക്കിനും സണ്ണിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി ഇവരെന്ത് ചെയ്യൂടാ? ബെൻഡ് ചെയ്യും. നാച്ചുറലി അത് ഇതാകാൻ വേണ്ടി ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വേറൊന്നെന്ന് പറഞ്ഞാൽ ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫോർമേഷൻ. ഓക്കെ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ ഓക്സിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കാം. ആദ്യം തന്നെ ഇതിന് ഇലോങ്ങേഷന് വേണ്ടി, നമ്മുടെ പ്ലാന്റിൻ്റെ ഇലോങ്ങേഷന് സപ്പോർട്ട് ചെയ്തിട്ട് ലാറ്ററൽ ബഡ് ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ പ്ലാന്റ് ടോളർ ആകാൻ നോക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മെയിൻ ഷൂട്ടിൽ എനർജി ഫോക്കസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് പഠിച്ചത് ഫോട്ടോട്രോപ്പിസം ആണ്. ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ? സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയ്ഡഡ് റീജിയനിലേക്ക് ഓക്സിജൻസ് എല്ലാം വരുമ്പോൾ പ്ലാന്റ് തന്നെ ബെൻഡ് ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഇതിൻ്റെ ഫ്രൂട്ടും ഫ്ലവറും ഫോർമേഷന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓക്സിൻ്റെ പരിപാടി. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് നോക്കാം? ജിബെർലിയൻസ് നോക്കാം. ജിബെർലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മളിതിനെ ഒരു കുഞ്ഞു പേര് വിട്ട് വിളിക്കാം, വേക്കപ്പ് സിഗ്നൽ. ജിബെർലിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി ഇത് വേക്കപ്പ് സിഗ്നൽ എന്ന് പറയാം. നമ്മളെ രാവിലെ വന്ന് അമ്മയൊക്കെ വിളിച്ച് എണീപ്പിക്കുന്ന പോലെ ഈ പ്ലാന്റിൻ്റെ വേക്കപ്പ് സിഗ്നലാണ് എന്ത്? ജിബെർലിയൻസ്. അതായത് സീഡ് ഡോർമൻസി. ഈ സീഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ആ പ്ലാന്റിനെ പൊട്ടി പുറത്തേക്ക് വന്ന്, അതായത് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. ഏത്? നമ്മുടെ ഈ ജിബെർലിയൻസ്. ഇവരെന്ത് പറയും? സീഡിനകത്ത് ഇങ്ങനെ ഇതാണ് നമ്മുടെ മാംഗോയുടെ സീഡ്. ഈ മാംഗോയുടെ സീഡിൻ്റെ അകത്ത് ഈ മാംഗോയുടെ സീഡിലിരിക്കുന്ന നമ്മുടെ ഈ ചെടി ഇങ്ങനെ ഉറങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും?
നമ്മുടെ ജിബർലിൻസ് വേക്കപ്പ് സിഗ്നൽ വന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അലാം അടിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എണീക്ക് വാ, പുറത്തോട്ട് വാ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ എന്താവും, പയ്യെ സഹി കേട്ടിട്ട് നമ്മുടെ സീഡ് സ്പ്രൗട്ട് ചെയ്ത് പ്ലാന്റ് ആവും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്ത് ഇവിടെ ട്രിഗേഴ്സ് സീഡ് ജെർമിനേഷൻ. നമുക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ ഇത് പറയുന്നത്, ബ്രേക്ക് സീഡ് ഡോമൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്, നമ്മൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പേര്. ഇതാണ് സംഭവം. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സെൽ ഡിവിഷൻ. അതുപോലെ തന്നെ ഇങ്ങനെ പ്ലാന്റ് പുറത്തേക്ക് വരുന്ന പോലെ തന്നെ അതിന് ഡിവിഷൻ നടന്നു ലൈക്ക് വലിയ ബ്രാഞ്ചസ് ആകാനും അതുപോലെ തന്നെ കുറേ ഇതാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജിബർലിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ. ഓക്കെ, അതെവിടെ സ്റ്റെമ്മിലും റൂട്ടിലും സഹായിക്കുന്നുണ്ട് കേട്ടോ, ലീഫിലല്ല. ഇപ്പം സ്റ്റെമ്മിൽ സെൽ ഡിവിഷൻ നടന്നാൽ എന്ത് പറ്റൂടാ, ഇപ്പം ഇത്രയുള്ളൊരു സാധനം ഡിവിഷൻ ചെയ്ത് ഇത്രയാകും, അങ്ങനെ വളരും. റൂട്ടും അതുപോലെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, അടുത്തത് ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം, ഇൻഫ്ലുവൻസ് ദി ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ്. അപ്പോൾ നമ്മുടെ സെൽ ഡിവിഷൻ ചെയ്ത് പ്ലാന്റ് പാർട്ടിനെ വളർത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഫ്രൂട്ടിനെയും സീഡിനെയൊക്കെ ഗ്രോ ചെയ്യാനും ഈ ഹോർമോണാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനൊരു വേക്കപ്പ് സിഗ്നൽ എന്ന് തന്നെ പറയാം. കാരണം എണീക്ക് അല്ലെങ്കിൽ റെഡിയാവും ആ ഒരു സംഭവമാണ് ഈ സംഭവം ചെയ്യുന്നത്, ഗിബർലിൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത മൂന്നാമത്തെ, ഇത് രണ്ടാമത്തെ ആയിരുന്നു കേട്ടോ. ഓക്കെ, മൂന്നാമത്തെയാണ് സൈറ്റോകൈനൻസ്. ഓക്കെ, സൈറ്റോകൈനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവനെയും ഒരു വിളിപ്പേരിട്ട് വിളിക്കാം, സ്റ്റേഗ്രീൻ എന്ന് പറയാം. ഓക്കെ, അതിന് റീസൺ ഉണ്ട്, പറയാം. സ്റ്റേഗ്രീൻ ഹോർമോൺ അതെന്തുകൊണ്ടാണ്? ഇപ്പം നമ്മുടെ ചെടികളൊക്കെ എന്ത് പറ്റുവാടാ, ഇതായിട്ട് ഇങ്ങനെ പഴുത്ത് മഞ്ഞ കളറും ഓറഞ്ച് കളറൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ഒരു കളർ ആവാതെ പച്ച കളറിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൈറ്റോകൈനൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞ പ്രിവെൻസ് ഏജിങ്. ഓക്കെ, ലീവ്സിന് പ്രായമായി കൊഴിഞ്ഞു വീഴാറാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് ലാറ്ററൽ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ലാറ്ററൽ ബഡ് ഫോർമേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് ബ്രാഞ്ചസ് വേണ്ട എന്നല്ലല്ലോ, ട്രീക്ക് എന്തായാലും ചെടിക്ക് ബ്രാഞ്ചസ് വേണം. അപ്പം അങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കിനും ബ്രാഞ്ചസ് വേണ്ട സമയത്ത് അതിനെ വേണ്ട രീതിയിൽ കൊണ്ടുവരുന്ന ആളാണ് ആര്, സൈറ്റോകൈനൻസ്. അതായത് സ്റ്റിമുലേറ്റ് ബ്രാഞ്ചിങ്, അതായത് നമ്മൾ പറഞ്ഞ ലാറ്ററൽ ബഡ് ഫോർമേഷൻ. ഓക്കെ, അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ എന്ന് പറയുകയാണെങ്കിൽ എന്തുവാടാ, ഈ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, പ്രോട്ടീന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഗ്രോയിങ് റീജിയനിലേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ടിപ്പ് ഓഫ് ദ ഷൂട്ട്, അങ്ങനെ അവിടേക്കൊക്കെ ഈ സംഭവങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രൊമോട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്, അങ്ങനെ എഴുതാം, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൈറ്റോകൈനൻസിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്, ഈ സെൽ ഡിഫറൻഷിയേഷൻ, സെൽ ഡിവിഷൻ, ഇതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞെഴുതാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേഗ്രീൻ എന്ന് പറയുന്ന സൈറ്റോകൈനൻസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്ലാന്റ് ഹോർമോൺസ് പഠിച്ചു. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോകാം. അപ്പോൾ നാലാമത്തെ ഏതാടാ, എത്തിലീനാണ്. അപ്പോൾ നമ്മൾ എത്തിലീനെ പറ്റി കൂടുതൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ എത്തിലീൻ എന്ന് പറയുന്നത് ഇപ്പോൾ പച്ച മാങ്ങയെ പഴുത്ത മാങ്ങയാക്കാനും, അതുപോലെ തന്നെ ആപ്പിളിനെ പാകപ്പെടുത്തുക, അതുപോലെ തന്നെ റൈപ്പണിങ് ഓഫ് ദ ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലവർ, ഇതിനൊക്കെയാണ് ഈ എത്തിലീൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എത്തിലീൻ പ്രൊമോട്ടിങ് ഫ്രൂട്ട് റൈപ്പണിങ്, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. ഓക്കെ, എത്തിലീൻ എന്താണ്, ഫ്രൂട്ട് റൈപ്പണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ
ഏജിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഏതാ നമ്മുടെ സൈറ്റോകൈനിൻസ് ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന്. പക്ഷേ ഒരിക്കലും ഏജ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇല കൊഴിഞ്ഞ് വീണിട്ട് പുതിയ ഇല വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പീരീഡിൽ എന്ത് നടക്കണം? ഏജിങ്ങും നടക്കണം പ്ലാന്റ്സിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമയത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ എത്തിലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എത്തിലീൻ എന്ത് ചെയ്യുന്നുണ്ടാ? സ്റ്റിമുലേറ്റ് അല്ലെങ്കിൽ ആക്സിലറേറ്റ് ഏജിങ്. എന്ത്? ഫ്രൂട്ടും ലീഫും ഫ്ലവറും ഓക്കെ. അപ്പോൾ ഫ്രൂട്ടിൻ്റെ ഏജിങ് ആണല്ലോ റൈപ്പനിങ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ റൈപ്പനിങ് എന്ന് പറയുമ്പോൾ എന്താ? അത് ഫ്രൂട്ടിന് കറക്റ്റ് പ്രായമായപ്പോൾ അതിനെ റൈപ്പൻ ചെയ്യാൻ സഹായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി പ്ലാന്റ്സിന് ഇപ്പോൾ ലീഫിനെ ആണെങ്കിലും എന്താ നമ്മുടെ ഫ്രൂട്ടിനെ ഫ്ലവറിനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ പാകം എത്താൻ സഹായിക്കുന്നു. അതാണ് ആക്സിലറേറ്റ് ഏജിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പോയിന്റ് നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാവേ. അടുത്തത് ഫ്രൂട്ട്. ഓക്കെ, ഈ ഫ്രൂട്ടും ലീഫും അബ്സിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെഡിങ്. അപ്പം ഇത് കൊഴിഞ്ഞ് വീഴാനായിട്ടും കൂടെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ എത്തിലീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിന്തറ്റിക്കായിട്ട് നമ്മൾ ഇതിനെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് പറയുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ എത്തിലീൻ എന്ത് ചെയ്യുക? ഷെഡിങ് ഓഫ് ലീവ്സും ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എന്തായാലും എല്ലാം വലുതായിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് വായിക്കുക. ഷോർട്ടായിട്ട് ഓരോ കീ പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ നമുക്കത് അത്യാവശ്യം യൂസ്ഫുള്ളാണ് എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ. ഓക്കെ, അപ്പോൾ ഷെഡിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പറയണം. ഫ്രൂട്ട്സും താഴെ വീണാലല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഷെഡിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ എത്തിലീൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം എത്തിലീനെ നമുക്ക് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എത്തിലീനായിരുന്നു. കാരണം എല്ലാം ഒന്നാമത്തെ കഴിക്കുന്നതാണ് പറയുന്നത്. ഫ്രൂട്ട് ഇപ്പോൾ മാങ്ങ പഴുക്കുക, ഇല കൊഴിഞ്ഞ് വീഴുക, ഇതൊക്കെ നമുക്ക് ഒരുമാതിരി ഭയങ്കര നല്ല രസമുള്ള ടോപ്പിക്സ് അല്ലേ. സോ എത്തിലീനെ ഓർക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ 3 പോയിന്റ് ഓർത്താൽ മതി. ഇതെല്ലാം കണക്ഷൻ ഉള്ളതുമാണ്. ഒരൊറ്റ സാധനം ഓർത്താൽ മതി. ഓക്കെ, അപ്പം എത്തിലീനും പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരെണ്ണമുണ്ട്. ഇത് കേൾക്കാൻ നല്ല രസമാണ്. അബ്സിസിക് ആസിഡ്. ഓക്കെ, ആസിഡ് ആണെന്നും പറഞ്ഞാൽ അതിന് വേറെ ഫംഗ്ഷനൊന്നുമില്ല കേട്ടോ. ആസിഡ് ചുമ്മാ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതിന് നമ്മൾ ആരും മൈൻഡ് ചെയ്യണ്ട. അബ്സിസിക് ആസിഡ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അബ്സിഷൻ എന്ന വേർഡിൻ്റെ മീനിങ് ഷെഡിങ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ആ സംഭവം കൂടെ ഉണ്ട്. ഷെഡിങ് ഓഫ് ലീവ്സും ഫ്രൂട്ട്സും ഉണ്ട്. നമുക്ക് എഴുതാം. ഓക്കെ, അബ്സിഷൻ പേര് തന്നെ ഉണ്ട്. ഓഫ് ഒരു എസും കൂടെ ഉണ്ട്. ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ മെച്ചുറേഷൻ. ഈ ഫ്രൂട്ടിൻ്റെ ലീഫിൻ്റെയൊക്കെ ഇതിനെയൊക്കെ മെച്ചുവർ ആക്കുന്നതും കൂടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അബ്സിസിക് ആസിഡിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ അതൊന്നുകൂടെ ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഫങ്ഷൻ ഒന്നുകൂടെ നോക്കാം, ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്സിൻ എന്താ ചെയ്യുന്നത്? ഓക്സിൻ ചെയ്യുന്നത് സെൽ ഇലോങ്ങേഷൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ലാറ്ററൽ ബഡ് ഫോർമേഷൻ ഇൻഹിബിറ്റ് ചെയ്ത് അതുപോലെ തന്നെ പ്ലാന്റ് എന്ത് ചെയ്തു? ടോളറായിട്ട് വളർന്നു. അപ്പോൾ എന്ത് പറ്റി? എനർജിയും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം എവിടെയായി? നമ്മുടെ ഷൂട്ടിലായി. ഓക്കെ, ഇനി അടുത്ത വേറൊരു ഫിനോമിനൻ നമ്മൾ പറഞ്ഞു. ഫോട്ടോട്രോപ്പിസം എന്ന് പറയുമ്പോഴത്തേക്കും സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ് ബെൻഡ് ആവുന്ന കാര്യമാണ് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞു. അടുത്തത് ഫ്ലവറിൻ്റെയും ഫ്രൂട്ടിൻ്റെയും ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഈ 3 കാര്യമാണ് നമ്മുടെ ഓക്സിൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും പോയിന്റ്സ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഓർക്കാനുള്ള എളുപ്പത്തിൽ. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ ഹോർമോണാണ് ഗിബർലിയൻസ്. അതിന് നമ്മൾ വേറൊരു വിളിപ്പേരിട്ടു. വേക്കപ്പ് ഹോർമോൺ. ഓക്കെ, വേക്കപ്പ് സിഗ്നൽ. അതെന്ത് ചെയ്യുന്നു? മോനെ എഴുന്നേക്കടാ, കുട്ടാ എണീക്ക്, വാ, സീഡിൽ നിന്ന് പുറത്തു വാ, അല്ലെ മുട്ടത്തോടൊക്കെ തലേന്ന് മാറ്റി വാ, ടൈമായി എന്ന് പറഞ്ഞ് അതിനെ വിളിച്ചെണീപ്പിക്കുന്നു. അതായത് ട്രിഗേഴ്സ് സീഡ് ജെർമിനേഷൻ. സീഡിനെ സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതിൻ്റെ ഗ്രോത്തിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? സ്റ്റിമുലേറ്റ് സെൽ ഡിവിഷൻ, ഡിവൈഡ് ചെയ്ത് വളരുന്നു. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡിൻ്റെയും ഫ്രൂട്ടിൻ്റെയും ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു സ്റ്റേഗ്രീൻ ഏതാ? സൈറ്റോകൈനിൻ ആണ്. അതെന്ത് ചെയ്യുന്നു? ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാറ്ററൽ ബഡ് ഫോർമേഷൻ, നമ്മളത് നേരത്തെ ഇൻഹിബിറ്റ് ചെയ്ത സാധനമാണ്. പക്ഷേ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്ത് വേണം? അവിടെ ബ്രാഞ്ചസ് ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കിനും അതിനെ വിളിച്ചെണീപ്പിക്കുന്നതാണ് നമ്മുടെ സൈറ്റോകൈനിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസും ഇതിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എത്തിലീനെ കുറിച്ചാണ്. എത്തിലീൻ ഏജിങ്ങിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഏജിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ടിനെ റൈപ്പാക്കുന്നു, അതിനെ ഷെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നല്ല കാര്യങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എത്തിലീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയും.
ഇനി അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുന്നത്? അബ്സിസിക് ആസിഡും ഇതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതായത് മതി, വളർച്ചയുടെ ഭാഗം മതി എന്ന് പറഞ്ഞ് അതിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഇതിനെ അബ്സിഷൻ, ഇതിനെ ഫ്രൂട്ടിനെ ലീഫിനെയൊക്കെ മറിച്ച് താഴ്ത്തിടുന്നു. അതുപോലെ തന്നെ അതിനെ മെച്ചുവറാക്കിയിട്ടാണ് കേട്ടോ, മെച്ചുവറാക്കിയിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഓക്കെ, മെച്ചുവറാകാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമ്മുടെ 5 പ്ലാന്റ് ഹോർമോൺ, നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺസും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ് നോക്കാം. ഓക്കെ, സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺ നാച്ചുറലായിട്ടും ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ മറ്റേ കൃഷികളൊക്കെ നടത്തുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ കിട്ടണം എന്നില്ലല്ലോ. ഇപ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് എന്താ, ഇപ്പം നമ്മൾ അതിൻ്റെ വിളവെടുക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്കെല്ലാം ഒരുമിച്ച് വേണ്ടേ. സോ അതിന് വേണ്ടി നമ്മൾ എന്താ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ട് അവർക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കുറച്ച് ഹോർമോൺസാണ് സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ്. അപ്പോൾ അത് നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ സിന്തറ്റിക് ഓക്സിൻസ്. ഇപ്പം നമ്മുടെ ഓക്സിൻ്റെ ഫംഗ്ഷൻ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്, നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഓക്കെ, യൂസ് ടു ഇൻഡ്യൂസ് റൂട്ട് ഫോർമേഷൻ ഇൻ സ്റ്റെം കട്ടിങ്സ്, ഓൾസോ യൂസ്ഡ് ആസ് വീഡിസൈഡ്. വീഡിസൈഡ് ആയിട്ടും കൂടി ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്റ്റെം കട്ടിംഗ് ഒക്കെ ചെയ്യുന്ന മറ്റേ ബഡ്ഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്താ, അതിന് റൂട്ട് ഫോർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സിന്തറ്റിക് ഗിബർലിൻസ്, രണ്ടാമത്തെ കാര്യമാണ് സിന്തറ്റിക് ഗിബർലിൻസ്. അവന്മാരെന്തുവാ ചെയ്യുന്നത് നോക്കിയേ? ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് ഫ്രൂട്ട് ഇൻ ഗ്രേപ്പ് വൈൻസ് ആൻഡ് പ്രൊമോട്ട് സ്റ്റെം ഇലോങ്ങേഷൻ ഷുഗർ കെയിൻ. നമ്മൾ ഗിബർലിൻസ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ എന്താ, ഫ്രൂട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നെന്ന്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഗ്രേപ്പൊക്കെ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം മറ്റേ ഗ്രേപ്പൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ടൊമാറ്റോസ് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താടാ, ലൈക്ക് നമ്മൾ ഒരുപോലെയാണ് അത് എന്താ വിളവെടുക്കുന്നത്. അപ്പോൾ എന്താ, ഇതിന് ഒരേപോലെ എടുക്കുന്ന സമയത്ത് ഇതിന് ഒരെണ്ണം വളർന്നിട്ടില്ല എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ ലൈക്ക് ഒരേ ടൈമിൽ ഇത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുക്കും. ഇപ്പോൾ ലൈക്ക് ഇതിൻ്റെ വളർച്ചയെല്ലാം സെയിം ആയിട്ട് ഇപ്പം ഇപ്പം നോർമലി ഒരു ഗ്രേപ്പിൻ്റെ അതേ വലിപ്പം തന്നെ ആയിരിക്കുമല്ലോ അടുത്തത്. അപ്പോൾ അത് ഇതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തത് മൂന്നാമത്തത് സിന്തറ്റിക് എത്തിലീൻ. അതെന്താ ചെയ്യുന്നത്? ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ എത്തിലീൻ ഈസ് യൂസ് ടു മേക്ക് ഫ്രൂട്ട് റൈപ്പൺ യൂണിഫോംലി ഫോർ ഹാർവസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അപ്പം അഗ്രികൾച്ചറൽ സെക്ടറിൽ എങ്ങനെയാണ് ഇപ്പം എത്തിലീൻ യൂസ് ചെയ്യുന്നത്? ഫ്രൂട്ട്സ് റൈപ്പൺ ആക്കാനും അതുപോലെ തന്നെ എന്താ ഹാർവെസ്റ്റ് ചെയ്യാൻ, സെയിം ടൈമിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചായിരുന്നു ഫ്രൂട്ട് റൈപ്പണാണ് എത്തിലിൻ്റെ ജോലിയെന്ന് പറഞ്ഞില്ലേ, കഴിക്കാനുള്ള കാര്യമാണത്. അപ്പം അതാണ് ഇവൻ ചെയ്യുന്നത്. അപ്പോൾ ഇവനപ്പം എന്ത് ചെയ്യും? നമ്മുടെ ബനാനയൊക്കെ നമ്മൾ ബഞ്ചായിട്ട് എടുക്കുന്ന സംഭവമല്ലേ, ബനാന ഒറ്റ കൊല എടുക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഏറ്റവും മേളിലത്തത് പഴുത്ത് നല്ല പാകമായിട്ടിരിക്കും, പക്ഷേ അടിയിലത്തെ എത്തുമ്പോഴത്തേക്കിനും എന്ത് പറ്റൂടാ, പച്ചയായിട്ടിരിക്കും. അപ്പോൾ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന അങ്ങനെയല്ലല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമേഴ്സ് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഈ സിന്തറ്റിക് എത്തിലീൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരേ ടൈമിൽ ഇത് റൈപ്പൺ ആവും. അതുപോലെ തന്നെ ടൊമാറ്റോസും അങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺസ്. സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കാണ്, അതായത് പ്ലാന്റ് ഹോർമോൺസിനെ പറ്റി പറയുന്ന അവിടെ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹ്യൂമൻ ഹോർമോൺസ് ആണ് പഠിക്കാനുള്ളത്, അതായത് ആനിമൽ ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് 3 ടോപ്പിക്കാണ് മെയിൻലി പറയുന്നത്. ഏതാ? ഫോട്ടോ പീരിയഡിസം, ഫൈറ്റോക്രോം, ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, അപ്പം ഇത് ഫ്ലവറിങ് നടക്കുന്നത് ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണെന്നാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞു വരുന്നത്. സിമ്പിളാണ്, കാണുമ്പോൾ ഇത്ര ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫോട്ടോ പീരിയഡിസം അതെന്താ? റെസ്പോൺസ് ഓഫ് plants to the photoperiod. Photoperiod എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ആൻഡ് ഡാർക്ക് ഫേസ്. ഓക്കെ, അതാണ് ഫോട്ടോപീരിയഡിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ, ഇത് നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റാണ്. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഫൈറ്റോക്രോം. ഓക്കെ, ഫൈറ്റോക്രോം. അപ്പം ഫൈറ്റോക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെൻ്റ് ആണ്. ഓക്കെ, ഇതൊരു ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെൻ്റ് ആണ്. ഇതിന് നമ്മുടെ ഈ പറഞ്ഞ ഈ ഒരു ഫിനോമിനൻ, ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനനിൽ അത്യാവശ്യം നല്ലൊരു മേജർ റോളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റോളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. A light sensitive pigment plays a major role in photoperiodism. Phytochrome is synthesized in fully developed leaves at the shoot apex. Okay, അപ്പോൾ ഇത് സിന്തസൈസ് ചെയ്യുന്നത്
ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് മെച്യൂർ ആയിട്ടുള്ള ലീവ്സിൻ്റെ ഷൂട്ടിൻ്റെ ഒക്കെ ടിപ്പിലാണ്. ഓക്കെ, ലീവ്സ് ഓർ ഷൂട്ട്, ഇവിടെയാണ് ഇത് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഇനി എന്ത് പറ്റുവാടാ? ദീസ് ലീവ്സ് പെർസീവ് ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ത്രൂ ഫൈറ്റോക്രോം ആൻഡ് ട്രാൻസ്മിറ്റ് എ സിഗ്നൽ ടു ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ടു ഇൻഡ്യൂസ് ഫ്ലവറിങ്. ഓക്കെ, അപ്പോൾ ഈ ലീവ്സ് മെച്ചുറായി കഴിയുമ്പോൾ എന്ത് പറ്റുവാടാ? ഇതിൻ്റെ ടിപ്പിൽ എന്ത് സിന്തസൈസ് ചെയ്യും? ഈ പറയുന്ന ഫൈറ്റോക്രോം സിന്തസൈസ് ചെയ്യപ്പെടും. ഈ ഫൈറ്റോക്രോം എന്ത് ചെയ്യും? ഇതിൻ്റെ ടിപ്പിലിരുന്നുകൊണ്ട് ഓക്കെ ഇന്ന് ഡേ ഇത്രയുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ നൈറ്റ്. അപ്പോൾ ഈ സംഭവത്തിനെല്ലാം എന്ത് ചെയ്യും? മെസ്സേജായിട്ട് എത്തിക്കും. ഓക്കെ, അത് നമ്മൾ ഒന്നുകൂടെ വായിക്കാം. ദീസ് ലീവ്സ് പെർസീവ് ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ത്രൂ ഫൈറ്റോക്രോം ആൻഡ് ട്രാൻസ്മിറ്റ് എ സിഗ്നൽ ടു ദ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ടു ഇൻഡ്യൂസ് ഫ്ലവറിങ്. ഈ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യും? ഇവിടെ സിഗ്നലായിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും എന്ത് പറ്റും? എന്ത് മെസ്സേജ് കൊടുക്കും? ഓക്കെ, ഫ്ലവറിങ് റെഡിയാക്കുക, അല്ലെങ്കിൽ ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ഫൈറ്റോക്രോം എന്ന് പറയുന്ന പിഗ്മെൻറ്റ് നമ്മുടെ ഷൂട്ടിൻ്റെ ലീഫിൻ്റെ ഒക്കെ ടിപ്പ് ചെയ്യുന്നുണ്ട്. ഈ മെസ്സേജ് കണ്ടിട്ട് സിഗ്നൽ എടുത്തിട്ട് അത് പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആസ് എ റിസൾട്ട് എന്ത് ചെയ്യും? ജീൻസ് ദാറ്റ് കൺട്രോൾ ഫ്ലവറിങ് ഈസ് സിമുലേറ്റഡ്. അങ്ങനെ ഈ മെസ്സേജ് എന്ത് പറ്റും? നമ്മുടെ ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ജീൻസ് എന്ത് ചെയ്യും? ജീൻസിലെത്തും. അങ്ങനെ ആ ജീൻസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈറ്റോക്രോമിൻ്റെ പരിപാടി. ഫൈറ്റോക്രോം എന്ന് പറയുന്ന മെസ്സഞ്ചർ പിഗ്മെൻറ്റിൻ്റെ ഫങ്ഷൻ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ പറയാം. ഫൈറ്റോക്രോം ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻ്റ് ആണ്. അതൊരു മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? സിന്തസൈസ്ഡ് ഇൻ ദ ഫുള്ളി ഡെവലപ്ഡ് ലീവ്സ്. ഫുള്ളി ഡെവലപ്പ് ആയിട്ടുള്ള ലീവ്സിൽ സിന്തസൈസ് ചെയ്യുന്നു. ലീവ് പെർസീവ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ത്രൂ ഫൈറ്റോക്രോം ഉള്ളത് കൊണ്ട് ഡേയുടെ നൈറ്റിൻ്റെ ഒക്കെ ലെങ്ത് പെർസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സിഗ്നല് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യും? ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ജീൻസ് ദാറ്റ് കൺട്രോൾ ഫ്ലവറിങ് ഇസ് സ്റ്റിമുലേറ്റഡ്. അങ്ങനെ എന്തുണ്ടാവും? ഫ്ലവർ ഉണ്ടാവും. ഫ്ലവർ പോയി. അങ്ങനെ ഫ്ലവർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈറ്റോക്രോമിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിലുള്ള 2 ഫിനോമിനനും ഫ്ലവറിങ് ഉണ്ടാവുന്നതും തമ്മിൽ പഠിച്ചു. അതായത് ഒരു ഫിനോമിനൻ ഫോട്ടോ പീരിയഡിസം എന്ന് പറയുന്ന ഫിനോമിനനും അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫൈറ്റോക്രോമും അതുവഴി എങ്ങനെ ഫ്ലവർ ഉണ്ടാവുന്നു എന്നും പഠിച്ചു. അങ്ങനെ നമ്മൾ എല്ലാ പ്ലാന്റ് ഹോർമോൺസും പഠിച്ചു. 5 പ്ലാന്റ് ഹോർമോൺസ് നാച്ചുറലി ഉണ്ട്. 3 നമ്മൾ സിന്തസൈസ് ചെയ്തെടുത്തു. അതിൻ്റെയൊക്കെ ഫങ്ഷൻ പഠിച്ചു. ബേസിക്കലി എന്താണ് ഹോർമോൺസ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പ്ലാന്റ് ബോഡിയിലും എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അങ്ങനെ പ്ലാന്റ്സിൻ്റെ മൊത്തം കാര്യവും പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസും അതെവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതെവിടെയൊക്കെ ഉണ്ടാവുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പം ബൈ.